ഹായ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഞാൻ ഇന്നൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുക്കർ എടുത്ത ശേഷം അതിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. കുക്കറിനുള്ളിലേക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല രീതിയിൽ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിൽ പിടിക്കുവാൻ തക്കവണ്ണം നല്ല പോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഈ കാണിച്ചിരിക്കുന്നത് പോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത ബീഫ് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നമുക്ക് 5 വിസിൽ, ഏകദേശം 4-5 വിസിൽ വരുന്നത് വരെ നമുക്ക് നല്ല പോലെ പാകം ചെയ്തെടുക്കാം. ഓരോ ബീഫിൻ്റെയും അനുസരിച്ചാണ് വിസിൽ, 4-5 വിസിൽ മതിയാകും. ഇനി ഒരു പാൻ എടുത്ത് അതിൽ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും അടുപ്പത്ത് വെച്ചിരുന്ന നമ്മുടെ കുക്കറിൽ നിന്നും ആദ്യ വിസിൽ വന്നു. ഞാൻ മൊത്തം 4 വിസിലാണ് കേൾപ്പിച്ചത്. അപ്പോഴേക്കും എൻ്റെ ബീഫ് പാകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് ചെറുതായി മൂത്ത് വന്ന ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനൊരു 3 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെയാണ് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ സവാളയും അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ല രീതിയിൽ മൂക്കണമെന്നില്ല. ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി, അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി, ഏകദേശം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി മതി. അതിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളകിൻ്റെ എരി മാത്രം മതി റോസ്റ്റിന്. കുരുമുളകിൻ്റെ പൊടി നമ്മളൊരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നേരത്തെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കണം. നല്ല പോലെ ഇതുപോലെ വഴറ്റി കൊടുക്കണം. നല്ല പോലെയാണ് നമ്മൾ വഴറ്റി, അത് തക്കാളി കാണാൻ പാടില്ല, അതുപോലെ വഴറ്റി കൊടുക്കണം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ വഴറ്റി നമുക്കെടുക്കണം. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, തക്കാളി ഒന്നും അവിടെ കാണുന്നില്ല. ഇതേ രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി വഴറ്റി എടുത്ത ഈ മസാലക്കൂട്ടിലേക്ക് നമ്മുടെ നേരത്തെ പാകം ചെയ്ത് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല പോലെ ചേർത്ത് ഇളക്കി നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്, നല്ല പോലെ മിക്സാക്കി എടുക്കണം. ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വറ്റുന്നത് വരെ നല്ല പോലെ ഇളക്കി കൊടുക്കണം. വെള്ളം ഒന്ന് വറ്റി വരാറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വീണ്ടും കുറച്ച് കുരുമുളക് പൊടി, അതായത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മസാലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ മനോഹരമായിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറക്കാതെ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയും നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം നേരുന്നു. നിങ്ങളുടെ സ്വന്തം